നമസ്കാരം. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ അമേരിക്കൻ ഡ്രഗ് ഏജൻസിയുടെ ഓഫീസിനുള്ളിൽ കണ്ടുവെന്ന് അവകാശപ്പെടുന്ന ഒരു വീഡിയോ പുറത്തുവന്നത് ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ വെനസ്വേല US ബന്ധത്തിൽ നിലവിലുള്ള സംഘർഷാവസ്ഥയെ കൂടുതൽ വഷളാക്കുന്നതായും അമേരിക്കയുടെ നയതന്ത്ര നീക്കങ്ങളെക്കുറിച്ച് പുതിയ ചോദ്യങ്ങൾ ഉയർത്തുന്നതായും വിലയിരുത്തപ്പെടുന്നുണ്ട്. മഡുറോയെ US മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി ഉദ്യോഗസ്ഥർ ന്യൂയോർക്കിലെ മാൻഹട്ടൻ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഈ വാർത്ത വലിയ ചർച്ചയായത്. വീഡിയോയുടെ ആധികാരികതയും അതിലെ ദൃശ്യങ്ങളും സാഹചര്യവും സംബന്ധിച്ച് വ്യക്തതയില്ല എങ്കിലും വെനസ്വേലയ്ക്കെതിരായ അമേരിക്കയുടെ നീക്കങ്ങളെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് ഇത് ശക്തി പകർന്നിട്ടുണ്ട്. അന്നത്തെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെനസ്വേലയ്ക്കെതിരെ അമേരിക്ക ആക്രമണ സ്വഭാവമുള്ള നടപടികൾ സ്വീകരിച്ചത് എന്തുകൊണ്ടായിരിക്കാം എന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെയും സംശയങ്ങൾ ഉയർന്നിരുന്നു. ഈ പുതിയ ദൃശ്യങ്ങൾ ആ സംശയങ്ങൾക്ക് കൂടുതൽ ബലം നൽകുന്നതായി കരുതപ്പെടുന്നുണ്ട്. പിടികൂടിയ മഡുറോയെ ന്യൂയോർക്കിലെ കോടതിയിൽ ഹാജരാക്കി മയക്കുമരുന്ന് കടത്ത്, ഭീകരവാദം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി വിചാരണ ചെയ്യാനാണ് അമേരിക്കയുടെ നീക്കം. അമേരിക്കൻ നിയമത്തിന്റെ പൂർണ്ണമായ ശിക്ഷാ നടപടികൾ മഡുറോ നേരിടേണ്ടി വരുമെന്ന് US അറ്റോർണി ജനറൽ പാം ബോണ്ടി പ്രസ്താവിച്ചിട്ടുണ്ട്. വെനസ്വേലയിൽ ഒരു ജനാധിപത്യ സർക്കാർ നിലവിൽ വരുന്നതുവരെ രാജ്യം താൽക്കാലികമായി അമേരിക്കയുടെ മേൽനോട്ടത്തിലായിരിക്കുമെന്ന സൂചനയും ട്രംപ് നൽകിയിട്ടുണ്ട്. ഈ സംഭവം ലാറ്റിൻ അമേരിക്കയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ആകെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ ഭരണത്തലവനെ മറ്റൊരു രാജ്യം സൈനിക നീക്കത്തിലൂടെ പിടികൂടുന്നത് ആധുനിക ചരിത്രത്തിലെ അത്യപൂർവമായ സംഭവമാണ്. വെനസ്വേലയുടെ എണ്ണ സമ്പത്തിന് മേൽ അമേരിക്ക കണ്ണുവെക്കുന്നു എന്ന ആക്ഷേപവും ഇതോടെ ശക്തമാണ്. വരും ദിവസങ്ങളിൽ UN പോലെയുള്ള അന്താരാഷ്ട്ര വേദികളിൽ ഈ വിഷയം വലിയ തർക്കങ്ങൾക്ക് വഴിവെക്കുമെന്നും ഉറപ്പാണ്. അതേസമയം ഈ സൈനിക നീക്കത്തെ റഷ്യ, ഇറാൻ, ക്യൂബ തുടങ്ങിയ രാജ്യങ്ങൾ അപലപിച്ചു. ഇതൊരു പരമാധികാര രാജ്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ഇവർ ആരോപിച്ചു. അതേസമയം വെനസ്വേലൻ വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് മഡുറോ എവിടെയാണെന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹത്തിന്റെ ജീവൻ സുരക്ഷിതമാണെന്ന് തെളിയിക്കണമെന്നും ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. താൽക്കാലികമായി വെനസ്വേലയുടെ ഭരണം വൈസ് പ്രസിഡന്റിന് കൈമാറാൻ വെനസ്വേലൻ സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടുമുണ്ട്. അസം വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യ സിലിയ ഫ്ലോറിസിനെയും പിടികൂടാൻ അമേരിക്കൻ സേന നടത്തിയ ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് എന്ന സൈനിക നീക്കത്തിന്റെ വിവരങ്ങൾ പുറത്തായിട്ടുണ്ട്. വെറും 2 മണിക്കൂർ 28 മിനിറ്റ് നീണ്ടുനിന്ന അതിസാഹസികമായ ദൗത്യം ഫ്ലോറിഡയിലെ മാർ-എ-ലാഗോയിലിരുന്ന് തത്സമയം ഡൊണാൾഡ് ട്രംപ് വീക്ഷിച്ചു എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പങ്കുവച്ചിരുന്നു. കാൽക്കാസിലെ അതീവ സുരക്ഷയുള്ള സൈനിക താവളത്തിലെ ബങ്കറിനുള്ളിലായിരുന്നു മഡുറോ ഉണ്ടായിരുന്നത്. 6 ഇഞ്ച് കനമുള്ള ഉരുക്ക് വാതിലുകളുള്ള ഒരു സേഫ് റൂമിലേക്ക് ഓടിക്കയറാൻ മഡുറോ ശ്രമിച്ചുവെങ്കിലും US ഡെൽറ്റ ഫോഴ്സ് കമാൻഡോകളുടെ വേഗതയ്ക്ക് മുന്നിൽ പരാജയപ്പെട്ടു. വാതിലടയ്ക്കുന്നതിന് തൊട്ടു മുൻപ് കമാൻഡോകൾ മഡുറോയെയും ഭാര്യയെയും കീഴ്പ്പെടുത്തി. വാതിൽ അടച്ചിരുന്നെങ്കിൽ അത് മുറിച്ചു മാറ്റാൻ കട്ടറുകളുമായാണ് സൈന്യം എത്തിയിരുന്നത്. മഡുറോയെയും ഭാര്യയെയും പൈജാമ ധരിച്ച നിലയിലാണ് സൈന്യം കണ്ടെത്തിയതെന്ന റിപ്പോർട്ടുകളുമുണ്ട്. ദൗത്യം പൂർത്തിയാക്കാൻ 150-ലധികം വിമാനങ്ങളാണ് ഒരേ സമയം പറന്നുയർന്നത്.